അതീവ രാഷ്ട്രീയ തന്ത്രത്തോടെയും വളരെ ബുദ്ധിപരമായ കൗശലത്തോടും കൂടി അയോധ്യ ക്ഷേത്രം യഥാർത്ഥത്തിൽ ഒരു തുറുപ്പ് ചീട്ടായി ഭാരതീയ ജനതാ പാർട്ടി വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പോകുന്നു എന്നത് സംശയത്തിനപ്പുറമായി തെളിഞ്ഞിരിക്കുന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇതിനായി തിരഞ്ഞെടുത്ത സമയമാണ്. ജനുവരി മാസം 22-ാം തീയതി ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. അതിനുശേഷം 1-2 മാസങ്ങൾക്ക് അകം 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത് നടത്തുന്നത് വളരെ ബോധപൂർവമായ കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന കാര്യത്തിൽ എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. അയോധ്യയിലെ ക്ഷേത്രം അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്നും ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാണ് അതിൻ്റെ പ്രതിഷ്ഠ നടന്നത്, അതിനുശേഷം നടന്ന സംഭവങ്ങൾ എന്തെല്ലാമാണ്, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതിനായി ചെലവഴിച്ച കോടികൾ എത്രയാണ് എന്നതൊക്കെ നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഒന്ന് എന്ന് പറയുന്നത് ആ ക്ഷേത്രം ഇപ്പോൾ ഇരിക്കുന്നത് മുൻപ് ഒരു ആരാധനാലയം ഇരുന്ന സ്ഥലത്താണ്. ആ ആരാധനാലയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ബാബറി മസ്ജിദാണ്. ബാബറി മസ്ജിദ് ഇടിച്ച് നിരപ്പാക്കിയതിന് ശേഷം ആ സ്ഥലത്ത് പണിയുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രം എന്ന രീതിയിൽ ഈ ക്ഷേത്രത്തിന് ചരിത്ര പ്രാധാന്യമുണ്ട്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ എക്കാലവും ഒരു പ്രത്യേക അധ്യായമായി അടയാളപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ BJP ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്, BJP ആണ് ഹൈന്ദവ സംസ്കാരത്തിൻ്റെയും ഹൈന്ദവ മതവിശ്വാസികളുടെയും പൂർണ്ണ സംരക്ഷകർ എന്ന ഒരു സന്ദേശം ഇന്ത്യയിൽ ബോധപൂർവം പരത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഇന്ത്യയുടെ ഭരണഘടനയിൽ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ഇവിടെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പാഴ്സ്യർക്കും ജൈനമതക്കാർക്കും ബുദ്ധമതക്കാർക്കും സിഖ് വംശകർക്കും എല്ലാം തുല്യ അവകാശമാണുള്ളത്. എല്ലാവർക്കും അവരവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതൊരു മത നിഷേധ രാഷ്ട്രമല്ല, മറിച്ച് ഇതര രാഷ്ട്രമാണ് എന്നാണ് ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഒരു സംസ്കാരം, ഒരു മതത്തെയും നിഷേധിക്കുന്ന സംസ്കാരമല്ല. അതുകൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ പ്രത്യേക അവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ലോക പ്രശസ്തമായ മുദ്രാവാക്യം. ഭാഷാപരമായ വൈവിധ്യങ്ങളുടെയും സാംസ്കാരികമായ വൈവിധ്യങ്ങളുടെയും വിശ്വാസ സംഹിതകളുടെ വൈവിധ്യങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ ഏകോദര സഹോദരന്മാരെ പോലെ 160 കോടിയോളം ജനങ്ങൾ പാർക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരതം എന്ന് എല്ലാ ഭാരതീയരും അഭിമാനത്തോടുകൂടെ ഓർക്കുകയും പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഈ പറയുന്ന വിഭാഗീയത പരോക്ഷമായി എങ്കിലും ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന മൗന അനുവാദത്തോടുകൂടി ചില ആളുകൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് ഒരു വിവാദമായിരിക്കുന്നതിൻ്റെ പ്രധാനമായ കാരണം, ഒരു മതേതര രാജ്യത്ത് ആ രാജ്യം ഭരിക്കുന്ന സർക്കാർ ഒരു കാരണവശാലും ഇതുപോലെയുള്ള മതപരമായ ചടങ്ങുകൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാൻ പാടില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഹൈന്ദവൻ്റെയും ഇസ്ലാമിൻ്റെയും ക്രൈസ്തവൻ്റെയും പാഴ്സിയുടെയും എല്ലാം പ്രധാനമന്ത്രിയാണ്. ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഏതെങ്കിലും പ്രത്യേകിച്ച ഒരു മതത്തിൻ്റെ പ്രീണനത്തിനു വേണ്ടി
പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ മതേതര സങ്കല്പത്തിന് വിരുദ്ധമാണ് എന്ന കാര്യത്തിലും ആർക്കും തന്നെ സംശയമില്ല. ഇവിടെ നാം കണ്ടതാണ്, ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനത്തിൽ ബഹുമാന്യനായ നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന രീതിയിൽ പങ്കെടുക്കുകയും അതിൻ്റെ ശിലാപൂജയിൽ ആദ്യ അവസാനം എല്ലാ ഭക്തിയോടും കൂടെ പങ്കെടുക്കുകയും ചെയ്തതായ ചിത്രം ഇന്ന് ഇന്ത്യയുടെ മനസ്സിൽ ഉണ്ട്. ഒരു ഭരണാധികാരി ആ തരത്തിൽ ഏതെങ്കിലും, അത് ഹിന്ദു മതമാകട്ടെ, ക്രൈസ്തവ മതമാകട്ടെ, അതല്ല ഇസ്ലാം മതമാകട്ടെ, ഏത് മതത്തിൻ്റെതായ പ്രത്യേകമായ പൂജാകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം അത്ര ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഹൈന്ദവർ ഏതെങ്കിലും പ്രത്യേകമായ ഒരു ആചാരങ്ങൾ ഒക്കെ നടത്തുന്നത് സ്വാഭാവികമായി അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാർക്കും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. വിശ്വാസം എന്ന് പറയുന്നത് വ്യക്തിപരമാണ് എന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ വ്യക്തിപരമായ വിശ്വാസം ഭരണക്രമത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത് ഒരു നല്ല സന്ദേശമല്ല ഒരു രാജ്യത്തും നൽകുന്നത് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നമുക്കറിയാം, ഏറിയ പങ്ക് രാജ്യങ്ങളും ക്രൈസ്തവ മതവിശ്വാസികൾ ആയിട്ടുള്ള ആളുകൾ നയിക്കുന്നതായ സർക്കാരുകളുടേതാണ്. അമേരിക്കയാകട്ടെ, ഇറ്റലി ആകട്ടെ, ഫ്രാൻസ് ആകട്ടെ, ജർമ്മനി ആകട്ടെ, കാനഡ ആകട്ടെ, അവിടെയെല്ലാം സ്വാഭാവികമായി ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആളുകളായിരിക്കും. പ്രത്യേകിച്ച് കൂടുതലും ക്രൈസ്തവ മതത്തിലുള്ള ആളുകളാണ്, വിശ്വാസികളാണ് അവിടെ ഗവൺമെന്റിനെ നയിക്കുന്നത്. എന്നാൽ അവിടെ ഒന്നും ഇതുപോലെ പ്രത്യേക ആരാധനാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് നടത്തുന്ന പൂജാകർമ്മങ്ങളിലും മറ്റും അവിടുത്തെ ഭരണാധികാരികൾ ആ ഭരണാധികാരത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് പങ്കെടുക്കുക സാധാരണം അല്ല. അപ്പോൾ ഇവിടെ BJP ഒരുപക്ഷെ സാങ്കേതികമായി പറയുന്നത് ഇത് പ്രധാനമന്ത്രി എന്ന രീതിയിലല്ല, എന്ന നിലയിലല്ല അദ്ദേഹം പങ്കെടുക്കുന്നതെന്ന് വാദത്തിന് വേണ്ടി പറയാമെങ്കിലും അത് വിശ്വസിക്കുക അത്ര എളുപ്പമല്ല. ഇതൊരു ട്രസ്റ്റാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉടമകൾ. ഈ ട്രസ്റ്റ് എങ്ങനെ രൂപീകൃതമായി? ഇതിനകത്ത് ഒരു പരമോന്നത നീതിപീഠത്തിൻ്റെ ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് ആ ക്ഷേത്രം അവിടെ നിർമ്മിക്കാൻ സാധിച്ചത്. അതിൻ്റെ വിധി ന്യായത്തെക്കുറിച്ചൊക്കെ അന്ന് പരക്കെ ചർച്ച നടന്നിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള ഒരളവ് വരെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് ആ വിധി വന്നത് എന്ന് അന്ന് പല ആളുകളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ജനാധിപത്യ സമ്പ്രദായം അനുസരിച്ചും ഭരണഘടന അനുസരിച്ചും ഏതെങ്കിലും ഒരു വിവാദത്തിൽ അന്തിമമായി ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠം ഒരു വിധി പ്രഖ്യാപിച്ചാൽ അത് അതേപടി അംഗീകരിക്കുക എന്നതല്ലാതെ മറ്റൊരു പോംവഴിയില്ല. അപ്പോൾ ഇവിടെ വ്രണിതഹിതരായിട്ടുള്ള ഇസ്ലാം മതവിശ്വാസികളെ ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് കുറേ കിലോമീറ്ററുകൾ അകലെ കുറേ സ്ഥലം കൊടുക്കുകയും അവിടെ അവരുടെ ആരാധനാലയം പണിയുന്നതിനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തത്. അപ്പോൾ അവർ അത് ഒരു ഒത്തുതീർപ്പിൻ്റെ വ്യവസ്ഥ എന്ന രീതിയിൽ ഇസ്ലാം സമൂഹം അംഗീകരിച്ചു. ഇനിയും ഇതിനെ തള്ളിപ്പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ക്ഷേത്രമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു. ഇനിയും അതിൻ്റെ ആ വികാരങ്ങളൊക്കെ ഇപ്പോൾ വീണ്ടും പുനർജീവിപ്പിച്ചുകൊണ്ടുവന്ന് വൈകാരികമായ തലത്തിൽ അതിനെ ചർച്ച ചെയ്യുന്നത് അർത്ഥമില്ലാത്തതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവാദം ഇതിനകത്ത് ഈ പറയുന്ന പ്രതിഷ്ഠാകർമ്മത്തിൽ ജനുവരി 22 നടക്കുന്ന പ്രതിഷ്ഠാകർമ്മത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ ക്ഷണിച്ചിട്ടുണ്ട്. അവരുടെ പ്രതിനിധികൾ പങ്കെടുക്കുമോ എന്നുള്ളതാണ്. ഇത് ഏറ്റവും വലിയ ഒരു ഏടാകൂടത്തിൽ ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയിലെ പുതിയ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയിലെ ബഹുഭൂരിപക്ഷം പ്രാദേശിക കക്ഷികളും ഇതൊരു മതപരമായ ചടങ്ങാണ്, അതിനകത്ത് ആ തരത്തിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു. ഇടതുപക്ഷ കക്ഷികളും അത് തന്നെ ആവർത്തിച്ചു. ഇത് ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലോ അല്ലെങ്കിൽ പരോക്ഷമായോ പ്രത്യക്ഷമായോ പിന്തുണയോടെയോ പ്രധാനമന്ത്രിയും മറ്റും പങ്കെടുത്ത് നടത്തേണ്ട ഒരു ചടങ്ങല്ല. ഇതൊരു പ്രത്യേക മതപരമായ ചടങ്ങാണ്.
അതിൽ നിന്ന് പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഏത് ഭരണകൂടവും മാറി നിൽക്കേണ്ടതാണ്, അവർക്ക് വിട്ടുകൊടുക്കണം എന്ന അഭിപ്രായം ഉന്നയിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ കക്ഷികളും ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളും ഇതിനോടകം അഭിപ്രായം പുറപ്പെടുവിക്കുന്നതും അവർ ക്ഷണം സന്തോഷപൂർവ്വം നിരസിക്കുന്നതും. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നും ഇത് സംബന്ധിച്ചൊരു വ്യക്തമായ നിലപാടെടുത്തിട്ടില്ല. കാരണം അവർ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട് കിടക്കുകയാണ്. അവർക്ക് ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്താനായി അവർക്ക് സാധ്യമല്ല. ഉത്തരേന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാഭാവികമായി ഹൈന്ദവ സംസ്കാരത്തെയോ ഹൈന്ദവ വിശ്വാസത്തെയോ വ്രണപ്പെടുത്തുന്നത് അവർക്ക് രാഷ്ട്രീയമായ ഒരുപാട് കോട്ടങ്ങൾ ഉണ്ടാക്കും, നഷ്ടങ്ങൾ ഉണ്ടാക്കും. എന്നാൽ ഇതിൽ പ്രത്യക്ഷമായി പങ്കെടുക്കുമ്പോൾ ഈ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന മറ്റു ചില കക്ഷികൾ, മുസ്ലിം ലീഗിനെ പോലെയുള്ള കക്ഷികൾക്ക് അവരുടെ വികാരത്തെയും അത് ദോഷകരമായി മറ്റൊരു തരത്തിൽ ബാധിക്കാൻ ഇടയുണ്ട്. അപ്പോൾ ഇത് രണ്ടിനെയും ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് നിലപാടെടുക്കണം എന്ന കാര്യത്തിൽ വല്ലാത്ത ഒരു വെട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ്. അവരോട് ഇതിനെക്കുറിച്ച് നിങ്ങൾ പങ്കെടുക്കുമോ എന്ന് ആവർത്തിച്ച് മാധ്യമ ലേഖകർ ചോദിച്ചപ്പോൾ ഞങ്ങൾ തക്ക സമയത്ത് തീരുമാനമെടുക്കും, ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്ന മറുപടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ BJP രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഒരു കെണിയിലാണ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അകപ്പെട്ടിരിക്കുന്നത്. ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്താനായി സാധ്യമല്ല, എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മതേതര കക്ഷിയാണ് എന്നുള്ള സന്ദേശം അല്ലെങ്കിൽ അതിൻ്റെ പാരമ്പര്യം നിലനിർത്തുകയും വേണം. ഇത് രണ്ടും കൂടി എങ്ങനെ സാധിക്കുമെന്നുള്ള വലിയ സമസ്യയാണ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായിരിക്കുന്നത്. അവർ വൈകാതെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും. അതിൽ കോൺഗ്രസ് പ്രതിനിധികളെ അയക്കുമോ അതോ സോണിയാഗാന്ധി, മല്ലികാർജുന ഖാർഗെ തുടങ്ങിയ ആളുകൾ നേരിട്ട് പങ്കെടുക്കുമോ എന്ന കാര്യമൊക്കെ വരും ദിവസങ്ങളിൽ നാം കാണേണ്ടതായിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തെങ്കിലേ മതിയാവുകയുള്ളൂ. രാഷ്ട്രീയമായി ഇത് പരമാവധി മുതലെടുക്കുന്നതിന് വേണ്ടിയുള്ള BJPയുടെ ആസൂത്രിതമായ നീക്കം കണ്ടുകൊണ്ട് വേണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ. ആ തീരുമാനത്തെ വളരെയേറെ ജിജ്ഞാസയോടുകൂടി കാത്തിരിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്തിലെ പൊതുസമൂഹവും, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യത്തിൽ നിൽക്കുന്നതായ മറ്റ് രാഷ്ട്രീയ കക്ഷികളും. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഉണ്ടാകണം എന്ന് തന്നെയാണ് നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും ആലോചിക്കുന്നതും. ഒരു മതസ്പർദ്ധ ഇന്ത്യ മഹാരാജ്യത്ത്, ഒരു വിഭാഗീയത മതത്തിൻ്റെ പേരിൽ ഒരിക്കലും ഉണ്ടാകുന്നത് ക്ഷന്തവ്യമല്ല. അതുണ്ടാകാതിരിക്കാനുള്ള പക്വതയും പരിജ്ഞാനവും ഈ നേതാക്കന്മാരും രാഷ്ട്രീയ കക്ഷികളും കാണിക്കുമെന്ന് തന്നെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്.